ഏറ്റവും കുറഞ്ഞ വിലയിൽ. കല്യാൺ സിൽക്സ്. നമസ്കാരം. നോക്കാം തലക്കെട്ടുകൾ. ഇരുപത്തിയേഴാണ്ടിനു ശേഷം ഡൽഹിയിൽ BJP. ആം ആദ്മി പാർട്ടി തകർന്നടിഞ്ഞു. തുടർച്ചയായ മൂന്നാം തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വട്ടപൂജ്യം. ആം ആദ്മി പാർട്ടിയുടെ വൻമരങ്ങൾ വീണു. കെജ്രിവാളിന്റെ ദയനീയ തോൽവി BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പർവേഷ് സാഹിബ് സിംഗിനോട്. ജഗ്പുരയിൽ സിസോദിയയ്ക്ക് 600 വോട്ട് തോൽവി. ഷക്കൂർ ബസ്തിയിൽ സത്യേന്ദ്ര ജെയിനും തോറ്റു. അവസാന റൗണ്ടിൽ ജയിച്ചു കയറി മുഖ്യമന്ത്രി അതിഷി. ഡൽഹിയുടെ സകല മേഖലകളിലും വ്യക്തമായ ആധിപത്യം നേടി BJP. ജയമുറപ്പിച്ചത് സമ്പന്ന വിഭാഗങ്ങളുടെയും മധ്യവർഗത്തിന്റെയും പിന്തുണയോടെ. കോൺഗ്രസിന് കിട്ടിയ അധിക വോട്ടുകളും ആപ്പിന് വിനയായി. വിജയാഹ്ലാദം പങ്കിടാൻ വൈകിട്ട് 6:30 പ്രധാനമന്ത്രി BJP ആസ്ഥാനത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ തോറ്റതിന് മിൽക്കിപൂരിൽ പകരം വീട്ടി BJP. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചന്ദ്രബാനു പസ്വാന് മിന്നും ജയം. സമാജ്വാദി പാർട്ടിക്കേറ്റത് കനത്ത തിരിച്ചടി. തമിഴ്നാട്ടിലെ ഈസ്റ്റ് ഈറോഡ് നിലനിർത്തി DMK. ബ്രൂവറിയിൽ CPIയുടെ ഉടക്ക് തീർക്കാൻ CPM. LDF എല്ലാ പാർട്ടികളെയും ഉൾക്കൊള്ളുന്ന മുന്നണിയെന്ന് കൺവീനർ രാമകൃഷ്ണൻ. മദ്യോത്പാദനം തൊഴിൽ സാധ്യത കൂട്ടുമെന്നും വിശദീകരണം. രാജ്യതലസ്ഥാനത്ത് താമരത്തേരോട്ടം. ഡൽഹിയിൽ 27 വർഷത്തിന് ശേഷം BJP അധികാരത്തിലെത്തുകയാണ്. 3/2 ഭൂരിപക്ഷം നേടിയാണ് ആം ആദ്മി ഭരണത്തിന് അന്ത്യം കുറിച്ചത്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നിവർ പരാജയപ്പെട്ടു. നിലവിലെ ലീഡ് നിലപ്രകാരം ആകെയുള്ള 70 മണ്ഡലത്തിൽ 47 BJPക്കൊപ്പമാണ്. ആം ആദ്മി പാർട്ടിയുടെ ലീഡ് 23 സീറ്റുകളിൽ മാത്രമാണ്. കോൺഗ്രസ് ഇത്തവണയും സംപൂജ്യരായി. കേന്ദ്രത്തിൽ മോദി, ഡൽഹിയിൽ കേജ്രിവാൾ. ഇതായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളായുള്ള ഡൽഹിക്കാരുടെ മുദ്രാവാക്യം. ആ പതിവ് ഇത്തവണ ഡൽഹി മാറ്റിപ്പിടിച്ചപ്പോൾ BJP ഭരണത്തിലേക്ക്. BJPയുടെ തേരോട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാൾ തോറ്റു. പാർട്ടിയിലെ രണ്ടാമൻ മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയ നേതാക്കളും പരാജയമറിഞ്ഞു. കഴിഞ്ഞ തവണ നേടിയ 8 സിറ്റിംഗ് സീറ്റുകളും നിലനിർത്തിയാണ് BJP ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറിയത്. ആകെയുള്ള 11 ജില്ലകളിൽ 9 ജില്ലകളിലും BJPക്കാണ് മേൽക്കൈ. ആം ആദ്മി പാർട്ടിക്ക് മേധാവിത്വമുള്ളത് സെൻട്രൽ ഡൽഹിയിലും സൗത്ത് ഈസ്റ്റ് ഡൽഹിയിലും മാത്രം. മധ്യവർഗം നിർണായകമായ ഡൽഹിയിൽ കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി ഇളവും വോട്ടിംഗിൽ പ്രതിഫലിച്ചു. മധ്യവർഗ സ്വാധീനമുള്ള 24 മണ്ഡലങ്ങളിൽ 17ഉം BJPയെ തുണച്ചു. പഞ്ചാബി, പൂർവാഞ്ചലി മേഖലകളിൽ BJP വലിയ മുന്നേറ്റമുണ്ടാക്കി. തിരിച്ചടിയിലും ആം ആദ്മി പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനായത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും ന്യൂനപക്ഷത്തിന്റെയും പിന്തുണയാണ്. തുടർച്ചയായ മൂന്നാം തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് MLA-മാരില്ല. എന്നാൽ വോട്ട് ശതമാനം ഉയർത്താനായത് കോൺഗ്രസിനെ ആശ്വസിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയ്ക്കും ഹരിയാനയ്ക്കും പിന്നാലെ ഡൽഹി പിടിക്കാനായത് BJPക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ആം ആദ്മി പാർട്ടിയെ തുണച്ചിരുന്ന മിക്ക മേഖലകളിലും ആധിപത്യം നേടിയാണ് തലസ്ഥാനം BJP പിടിച്ചത്. അടിസ്ഥാന വർഗങ്ങൾക്കിടയിലും മിഡിൽ അപ്പർ ക്ലാസിനിടയിലും വിശ്വാസമാർജിക്കാൻ BJPക്ക് കഴിഞ്ഞു. ദളിത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ കോട്ടമുണ്ടാകാതിരുന്നതാണ് ആം ആദ്മി പാർട്ടിക്ക് പരാജയത്തിനിടയിലും അല്പം ആശ്വാസം നൽകുന്നത്. 2013 തുടങ്ങിയ ആം ആദ്മിയുടെ തേരോട്ടത്തിൽ ഡൽഹിയിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ആർജിച്ചാണ് മുന്നോട്ട് പോയത്. 3 തവണ ഷീലാ ദീക്ഷിത് തുടർച്ചയായി ഡൽഹി പിടിച്ചപ്പോൾ കോൺഗ്രസിനൊപ്പം നിന്ന വിഭാഗങ്ങളെല്ലാം കെജ്രിവാളിനൊപ്പം പോവുകയും അത് പിന്നീട് ആം ആദ്മിയുടെ ഉറച്ച വോട്ട് ബാങ്കായി മാറുകയുമായിരുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അടിസ്ഥാന വിഭാഗവും സമ്പന്ന വിഭാഗവും ഇടത്തരക്കാരും BJPയെ തുണച്ചു. അടിസ്ഥാന വിഭാഗത്തിന് മേധാവിത്വമുള്ള
32 സീറ്റുകളിൽ 19 ഇടത്തും മുന്നേറാൻ BJPക്കായി. സമ്പന്ന വിഭാഗത്തിന് മേധാവിത്വമുള്ള നഗരമേഖലകളിലും BJP കുതിപ്പ് നടത്തി. ഇത്തരത്തിലുള്ള 9 മണ്ഡലങ്ങളിൽ 7 ഇടത്തും താമര വിരിഞ്ഞു. എന്നും ആം ആദ്മിയുടെ ഉറച്ച വോട്ട് ബാങ്കായിരുന്ന ഇടത്തരക്കാരെ കൂടെ കൂട്ടാൻ ഇത്തവണ BJPക്കായി. കേന്ദ്ര ബജറ്റിലെ നികുതി ഇളവിലൂടെ നേട്ടമാകുമെന്ന BJP പ്രതീക്ഷ പൂവണിഞ്ഞത് ഇടത്തരക്കാർക്ക് മേധാവിത്വമുള്ള ഇത്തരം 28-ൽ 23 ഇടത്താണ്. ചേരികളെ മറന്ന ആം ആദ്മിയെ ഇത്തവണ ആ മേഖലയും കൈവിട്ടു. 19-ൽ 17 ഇടത്തും BJPക്കാണ് ആധിപത്യം. പഞ്ചാബ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂട്ടത്തോടെ ആപ്പിനായി അണിനിരന്നിട്ടും പഞ്ചാബ് വോട്ടർമാരെ സ്വാധീനിക്കാനായില്ലെന്നത് തിരിച്ചടിയായി. ജാട്ട്, ഗുജറാത്ത് വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിലും BJPക്കാണ് നേട്ടം. 14-ൽ 10 ഇടത്തും നേട്ടമുണ്ടാക്കാനായി. ദളിത് വിഭാഗങ്ങൾക്ക് ആധിപത്യമുള്ള 11 സീറ്റുകളിൽ BJPയും ആപ്പും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ്. അതേസമയം മുസ്ലിം വോട്ടുകൾ കൂടുതലായുള്ള 7-ൽ 6 ഇടത്തും നേട്ടമുണ്ടാക്കാനായതാണ് ആപ്പിന്റെ ഏക ആശ്വാസം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പഴയ ശിഷ്യൻ അരവിന്ദ് കെജ്രിവാളിനെതിരെ അഴിമതി വിരുദ്ധ പ്രവർത്തകൻ അണ്ണാ ഹസാരെ ജനങ്ങളെ മറന്നതാണ് തോൽവിക്ക് കാരണം. ഈശ്വരനെ പൂജിക്കുന്നതും ജനങ്ങളെ സേവിക്കുന്നതും ഒരുപോലെയാണ്. അത് കെജ്രിവാളിന് മനസ്സിലായിട്ടില്ല. അതാണ് ഈ വീഴ്ചയ്ക്ക് കാരണമെന്നാണ് അണ്ണാ ഹസാരെയുടെ വാക്കുകൾ. पूजा सिर्फ मंदिर में नहीं तो जनता की सेवा, ये भगवान की पूजा है, उनके समझ में नहीं आया और इसके कारण वो गलत रास्ते में गया और डाउन हो गया. അതാണ് അണ്ണാ ഹസാരെയുടെ വാക്കുകൾ. എന്തായാലും എല്ലാവരും അരവിന്ദ് കെജ്രിവാളിനെതിരെ രംഗത്ത് വരികയാണ്. ആം ആദ്മിയുടെ നയങ്ങൾക്കെതിരെ രംഗത്ത് വരുകയാണ്. ജനങ്ങളോട് ഇത്രയധികം ചേർന്നു നിൽക്കുന്നു എന്ന തോന്നൽ ഉളവാക്കിയിട്ടും എങ്ങനെ ആം ആദ്മി തോറ്റു എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. ഇത് സംബന്ധിച്ച വിശദമായ കണക്കെടുപ്പുകൾ കൂടി നടക്കേണ്ടതുണ്ട്. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഡൽഹിയുടെ അവസാനഘട്ട കണക്കുകൾ പുറത്തു വരികയാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോഴത്തെ അന്തിമമായ നില എങ്ങനെയാണ്? ഏതൊക്കെയാണ് ഇത്? എന്തെങ്കിലും മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ എങ്ങനെയാണ് ആം ആദ്മി തോറ്റത് എന്ന പരിശോധന നടത്തുമ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ പ്രകടമാകുന്ന കാരണങ്ങൾ? സജിത്ത്, ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 47 സീറ്റുകളിൽ BJP വിജയിക്കുക അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുകയോ ചെയ്യുന്നുണ്ട്. ആം ആദ്മി പാർട്ടി 23 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്തിട്ടുള്ളത്. അതായത് ഇരട്ടി സീറ്റുകളിൽ BJPക്ക് ആധിപത്യമുണ്ട്. സ്വാഭാവികമായും BJP 27 വർഷത്തിന് ശേഷം അവിടെ അധികാരത്തിൽ വരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നിസ്സാരം ചില സീറ്റുകളിൽ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ പോലും BJP കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ അധികാരത്തിലേക്ക് വരികയാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ തിരിച്ചടിക്കപ്പുറം അതിൻ്റെ മുഖങ്ങൾ വൻമരങ്ങൾ തോറ്റ ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ന്യൂഡൽഹി മണ്ഡലം തന്നെ അതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ്. ഷീലാ ദീക്ഷിത് എന്ന് പറയുന്ന 15 വർഷം ഭരിച്ച ഡൽഹി മുഖ്യമന്ത്രി പരാജയപ്പെട്ടത് ഈ പറയുന്ന ന്യൂഡൽഹി മണ്ഡലമാണ്. അന്ന് ഷീലാ ദീക്ഷിത്തിനെ പരാജയപ്പെടുത്തിയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അതേ അരവിന്ദ് കെജ്രിവാൾ 4ാമത്തെ തെരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹിയിൽ പരാജയപ്പെടുന്നു. 3 തവണ ന്യൂഡൽഹിയിൽ നിന്ന് വിജയിച്ചാണ് ഷീലാ ദീക്ഷിത് എങ്കിൽ തുടർച്ചയായി പിന്നീട് 3 തവണ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ നിന്ന് വിജയിക്കുന്നു. അവിടെ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. 3000-ഓളം വോട്ടുകൾക്ക് ആണ് പർവേഷ് സാഹിബ് സിംഗ് വർമ്മയോട് തോറ്റിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ. ഒപ്പം തന്നെ പാർട്ടിയിലെ 2ാമൻ എന്ന് പറയുന്ന മനീഷ് സിസോദിയും പരാജയം അറിഞ്ഞിരിക്കുന്നു. 600 വോട്ടുകൾക്കാണ് ജംഗ്പുര മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയോട് സിസോദിയെ പരാജയപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാണ് സത്യേന്ദ്ര ജെയിൻ. സത്യേന്ദ്ര ജെയിനും ഷക്കൂർ ബസ്തിയിൽ പരാജയപ്പെട്ടു. മുഖ്യമന്ത്രി അതിഷി വിജയിച്ചത് ഏറ്റവും അവസാന റൗണ്ടിൽ മാത്രമാണ്. 1000-ൽ താഴെ മാത്രമാണ് അതിഷിയുടെ ഭൂരിപക്ഷം. ഏതായാലും ജനവികാരം ആം ആദ്മി പാർട്ടിക്ക് എതിരായിരുന്നുവെന്ന് ഈ റിസൾട്ടുകളിൽ നിന്ന് മാത്രം വ്യക്തമാകും. ഏതായാലും സജിത് സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിലേക്ക് വഴിവെച്ചത് ഈ ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണം തന്നെ മധ്യവർഗത്തിൻ്റെ ഒരു നിരാശയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി എന്ന കക്ഷി രൂപീകരിക്കപ്പെടുന്നത്. അത് 2012-ൽ. പക്ഷേ അതിനുശേഷം മധ്യവർഗത്തിൻ്റെ പിന്തുണയോടുകൂടി കയറി വന്ന ആ പാർട്ടി പിന്നീട് അടിസ്ഥാന വിഭാഗത്തിൻ്റെ പാർട്ടി എന്ന ഒരു തോന്നലിലേക്ക് പലപ്പോഴായി ഉണ്ടായി. കാരണം മധ്യവർഗമായിരുന്നു ആദ്യം അരവിന്ദ് കെജ്രിവാളിൻ്റെ വോട്ട് ബേസ് എങ്കിൽ പിന്നീട് അത് അടിസ്ഥാന വർഗത്തിലേക്ക് മാറുന്നത് കണ്ടു. പക്ഷേ മധ്യവർഗം ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി BJPയെ തുണച്ചു. അതായത് ആം ആദ്മി പാർട്ടിക്കൊപ്പം നിന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതായി ആം ആദ്മി പാർട്ടി പ്രചാരണ യോഗങ്ങളിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും റദ്ദാക്കുമെന്നാണ്. പക്ഷേ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആവർത്തിച്ച് പറഞ്ഞത് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പോഴുള്ള എല്ലാ സൗജന്യങ്ങളും അത് ഉറപ്പാക്കും, അത് നിർത്തലാക്കില്ല. മാത്രവുമല്ല ചില കൂടുതൽ പ്രഖ്യാപനങ്ങൾ കൂടി BJP നടത്തി. ഏതായാലും അത് അനുകൂലമായിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. മൂന്നാമതായി ആദായ നികുതി ഇളവടക്കമുള്ള വിഷയങ്ങൾ സ്വാഭാവികമായും ഈ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 67% ഡൽഹിയുടെ
മധ്യവർഗം എന്ന് പറയുന്നത്. അപ്പോൾ മധ്യവർഗ വോട്ടുകൾ നിർണായകമായ ചില മേഖലകളെങ്കിലും ഈ ആദായ നികുതിയിലെ അടക്കം ഇളവുകൾ അത് ഗുണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹി എന്ന് പറയുന്ന മണ്ഡലം അത് കേന്ദ്ര സർക്കാർ ജീവനക്കാർ കൂടുതലായുള്ള സ്ഥലമാണ്, സർക്കാർ ജീവനക്കാർ കൂടുതലായുള്ള സ്ഥലമാണ്. അവിടെ അരവിന്ദ് കെജ്രിവാൾ തോൽക്കുന്നത് 300 വോട്ടുകൾക്കാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. മൂന്നാമതായി ഡൽഹിയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഞങ്ങൾക്ക് ഡൽഹിയിൽ ഭരണമുണ്ട്, പക്ഷേ മുനിസിപ്പൽ കോർപ്പറേഷൻ എം സി ഡിയുടെ ഭരണം BJPക്കാണ്. അപ്പോൾ അതുകൂടി ലഭിക്കുകയാണെങ്കിൽ ഇവിടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുമെന്ന് ആം ആദ്മി പാർട്ടി വാഗ്ദാനം ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു റോഡ്, ഒപ്പം തന്നെ അഴുക്ക് ചാലുകളുടെ പ്രശ്നം, മോശം റോഡുകൾ, അതൊക്കെ തന്നെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു ജനവികാരം എതിരാക്കുന്നതിൽ ആം ആദ്മി പാർട്ടിക്ക് നിർണായകമായിട്ടുണ്ട്. ഇതിനേക്കാൾ ഒക്കെ ഉപരിയായി ലഫ്റ്റനന്റ് ഗവർണറുമായി നിരന്തരമുണ്ടായ ഏറ്റുമുട്ടൽ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടർച്ചയായി 2020 മുതൽ 25 വരെയുള്ള കാലത്ത് നോക്കുകയാണെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണറും ആം ആദ്മി പാർട്ടിയും പലപ്പോഴും കൊമ്പ് കോർക്കുന്ന സാഹചര്യമുണ്ടായി. അത് പലപ്പോഴും വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്ത വോട്ടർമാർക്ക് ഉണ്ടായിട്ടുണ്ടാകണം. കാരണം കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ അതിന് അനുകൂലമായൊരു ഭരണം ഇവിടെ വരികയാണെങ്കിൽ ഡൽഹിക്ക് വികസനം അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും അത്തരമൊരു ചിലപ്പോഴെങ്കിലും ഒരു പരിധി വോട്ടർമാരെങ്കിലും അത്തരം ചിന്തകളിലേക്ക് കടന്നിട്ടുണ്ടാകാം. അങ്ങനെ എല്ലാ ഘടകങ്ങളും ആം ആദ്മി പാർട്ടിക്ക് എതിരാവുകയായിരുന്നു. അതുതന്നെയാണ് ഇത്തരമൊരു തിരിച്ചടിയിലേക്ക് എത്തിയതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പരമ്പരാഗത വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവരുടെ താഴേക്കിടയിലുള്ള വോട്ടാണ്. അതിലേക്ക് പോലും BJPക്ക് ഇത്തവണ കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ആം ആദ്മി പാർട്ടിയെ ഈ വലിയ പരാജയത്തിൽ പിടിച്ചു നിർത്തിയത് അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ടാണെന്ന് പറയുമ്പോൾ പോലും അവിടെ സീറ്റ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ BJPക്ക് തന്നെയാണ് അവിടെ മേധാവിത്വം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടായിരിക്കുന്നത്. സജിത്. രാകേഷ്, മറ്റൊരു കാര്യം, ഈ പ്രതിപക്ഷ ചേരിയിലെ വോട്ട് ഭിന്നിപ്പ്, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്വാധീനിച്ച വോട്ടുകൾ, അത് ആപ്പിൻ്റെ നഷ്ടമായി സ്വാഭാവികമായും മാറുമല്ലോ. അങ്ങനെ കണക്കെടുക്കാൻ കഴിയുന്നുണ്ടോ? കോൺഗ്രസ് ഏതു തരത്തിൽ ഒരു സീറ്റും നേടിയിട്ടില്ല എങ്കിൽ കൂടിയും അവർ വോട്ടിംഗ് ശതമാനത്തിന് എന്തെങ്കിലും വർധനവ് വരുത്തുകയോ ഏതു തരത്തിലുള്ള സ്വാധീനമാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്? സജിത്ത്, തുടർച്ചയായ 3ാം തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ സംബന്ധിച്ച് സീറ്റില്ല എന്നുള്ളത് ഒട്ടും ആശ്വാസകരമായ കാര്യമല്ല. പക്ഷേ വോട്ടിംഗ് ശതമാനത്തിൽ കോൺഗ്രസിന് മുന്നേറ്റമുണ്ട്, അല്ലെങ്കിൽ ആശ്വസിക്കാൻ വകയുണ്ട് എന്ന് തന്നെയാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ 5% താഴെയായിരുന്നു കോൺഗ്രസിന് ആകെ ലഭിച്ച വോട്ടെങ്കിൽ ഇത്തവണ അത് 8% അടുത്ത് നിൽക്കുന്നു. അതായത് ഏതാണ്ട് ഇരട്ടിയാക്കാൻ കോൺഗ്രസ് സാധിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും ചില മണ്ഡലങ്ങളെങ്കിലും അത് പരാജയത്തിന് വഴിവെച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ചിലയിടങ്ങളിലെങ്കിലും അതിനുള്ള സാധ്യതയുണ്ട്. കാരണം പല മണ്ഡലങ്ങളുടെയും ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ 1000 അല്ലെങ്കിൽ 2000-ൽ താഴെ ഭൂരിപക്ഷമുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ കോൺഗ്രസ് പിടിച്ചിട്ടുള്ള പരമ്പരാഗത വോട്ടുകൾ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആം ആദ്മി പാർട്ടിയുടെ ഈ വോട്ട് എന്ന് പറയുന്നത് പരമ്പരാഗതമായി കോൺഗ്രസിന് കിട്ടിയിരുന്ന വോട്ടുകളാണ്. 2008 വരെ കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ഒരു വലിയൊരു വിഭാഗമാണ് പിന്നീട് 2013-ലും 15-ലും 20-ലൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ പരമ്പരാഗതമായി അവർക്ക് നഷ്ടപ്പെട്ട വോട്ടിലെ ചിലതെങ്കിലും തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നഷ്ടം ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ്. സജിത്ത്. അതാണ് സാഹചര്യം. അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ പരാജയം അത് ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾ നിരവധിയാണ്. രാകേഷ്, ഒരു കാര്യം കൂടി, BJPയുടെ സർക്കാർ രൂപീകരണം അടുത്ത പ്രധാനപ്പെട്ട നീക്കമാണ്. പ്രധാനമന്ത്രി BJP ആസ്ഥാനത്ത് വൈകിട്ടത്തോടെ എത്തുമെന്ന് കരുതുന്നു. ഇതിനിടയിൽ ഈ പർവേഷ് വർമ്മ അടക്കം അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നു. ഏതു തരത്തിലാണ് BJPയുടെ ആലോചനകൾ? ആരായിരിക്കും മുഖ്യമന്ത്രി? സജിത്ത്, സമീപകാലത്തൊന്നും BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. പ്രഖ്യാപിക്കാതെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോയിരുന്നത്. 2015 ഡൽഹിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ അന്ന് കിരൺ ബേദിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോയി. പക്ഷേ വലിയ പരാജയം അവർക്ക് നേരിടേണ്ടി വന്നു. പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ പ്രധാനമന്ത്രി മോദിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് നടത്തിയത്. ഇത്തവണയും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പർവേഷ് സാഹിബ് സിംഗ് വർമ്മയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ ഈ നിമിഷത്തിൽ കൽപ്പിക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്തിയത് പർവേഷ് വർമ്മയാണ്. 3000-ലധികം വോട്ടുകൾക്കാണ് പർവേഷ് വർമ്മ വിജയിക്കുകയും ചെയ്തത്. മാത്രവുമല്ല, പർവേഷ് വർമ്മ ഇപ്പോൾ അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പർവേഷ് വർമ്മയ്ക്ക് കൂടി വലിയ സാധ്യത അവിടെ തുറന്നിട്ടിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പിതാവ് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്നു. രണ്ടാമത്തെ BJP മുഖ്യമന്ത്രിയാണ്. 93-ൽ BJP അധികാരത്തിൽ വരുമ്പോൾ മദൻലാൽ ഖുറാന, പിന്നീട് സാഹിബ് സിംഗ് വർമ്മ. അപ്പോൾ സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് മുൻ MP കൂടിയായ പർവേഷ് വർമ്മ. തീർച്ചയായും മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു ക്ലെയിം ഉന്നയിക്കാൻ
പർവേഷ് വർമ്മയ്ക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ മുഖത്തിന് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപകനെ തന്നെ പരാജയപ്പെടുന്നു. അതും അദ്ദേഹത്തിൻ്റെ തട്ടകമായ ന്യൂഡൽഹി മണ്ഡലത്തിൽ മറ്റു ചില പേരുകൾ കൂടി ഏതായാലും BJP പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായും മുതിർന്ന പല നേതാക്കളും ഇത്തവണത്തെയും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട്. രോഹിണിയിൽ നിന്ന് വിജയിച്ച വിജേന്ദർ ഗുപ്ത മുൻ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം സീനിയർ നേതാവാണ്, അദ്ദേഹത്തെ പരിഗണിക്കേണ്ടി വരും. കരോൾ ബാഗിൽ നിന്ന് വിജയിച്ച BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ മറ്റു പേരുകൾ കൂടി പരിഗണിക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ പർവേഷ് വർമ്മയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ക്ലെയിം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് സാഹചര്യം. എന്തായാലും വരുന്ന മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട ആലോചന ഏതായിരിക്കും, ആരായിരിക്കും മുഖ്യമന്ത്രി, BJPയുടെ ആലോചനകൾ എങ്ങനെയെന്നതാണ്. ഡൽഹിയിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അതിനൊത്ത മുദ്രാവാക്യം ഉയർത്തി അധികാരം പിടിക്കുകയും വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി ജനപിന്തുണ ഉറപ്പിക്കുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാളിന് പിഴച്ച ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. ഭരണത്തിൽ ശ്രദ്ധിക്കേണ്ട കെജ്രിവാളിനെ കേസിൽ കുടുക്കിയിടാനുള്ള BJP തന്ത്രത്തെ മറികടക്കാനായില്ല എന്നുകൂടി തെളിയിക്കുന്നതാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം. പാർട്ടി രൂപീകരിച്ച ഒരു വർഷത്തിനുള്ളിൽ ഡൽഹി മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ. തൊട്ടടുത്ത വർഷം 70-ൽ 67 സീറ്റും ജയിച്ച് അധികാരത്തിൽ. 5 വർഷത്തെ ഭരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും 70-ൽ 62 സീറ്റ് നേടി ആവർത്തിച്ച വിജയം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത അത്ഭുതം. വൺ ടൈം വണ്ടർ എന്ന ആക്ഷേപത്തിന് പഞ്ചാബിലും ഭരണം പിടിച്ചായിരുന്നു മറുപടി. പതിവ് രാഷ്ട്രീയ വഴിയിൽ നിന്ന് മാറി നടന്ന മുൻ ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥൻ സാധാരണ മനുഷ്യർക്ക് രാഷ്ട്രീയ നേതാക്കളോടുള്ള എതിർപ്പും അമർഷവും തിരിച്ചറിഞ്ഞ് മുദ്രാവാക്യങ്ങൾ കണ്ടെത്തി. അണ്ണാ ഹസാരയ്ക്കൊപ്പം അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ സാധാരണക്കാരുടെ മിശിഹ പരിവേഷം. ഭരണത്തിലും പിഴച്ചില്ല. ജനപ്രിയ നടപടികളിലൂടെ ജനവിശ്വാസം കാക്കാനുള്ള ശേഷിയായിരുന്നു കൈമുതൽ. പാർട്ടിയിൽ ഏകാധിപതിയായി മാറുമ്പോഴും ജനപ്രിയ തന്ത്രങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തിയില്ല. അതിന് ഒരു പ്രത്യയശാസ്ത്രവും തടസ്സവുമായില്ല. കടുത്ത ഹിന്ദുത്വ ആശയങ്ങളിലൂടെ തന്നെ BJPയെ നേരിട്ടു. പക്ഷേ ഒടുവിൽ BJP തന്ത്രത്തിൽ കെജ്രിവാൾ എന്ന കൂർമ്മബുദ്ധിയായ രാഷ്ട്രീയക്കാരൻ വീണു. കെജ്രിവാളിനെയും പാർട്ടിയെയും കേസുകളിൽ തളച്ചിട്ടു. ഇതോടെ സമയവും ബുദ്ധിയും തന്ത്രവും കേസുകൾക്ക് പിറകെയായി. ഭരണത്തിലും പാർട്ടിയിലും ശ്രദ്ധിക്കാൻ കെജ്രിവാളിന് സമയം ഇല്ലാതെയായി. പഴയ പ്രതിച്ഛായയുടെ ആത്മവിശ്വാസത്തിൽ എല്ലാം മറികടക്കാമെന്ന് പ്രതീക്ഷിച്ചു. കെജ്രിവാൾ ജയിലിലായപ്പോൾ പാർട്ടിയെയും ഭരണത്തെയും നയിക്കാൻ രണ്ടാം നിരയിൽ മികച്ച നേതാക്കളും ഉണ്ടായിരുന്നില്ല. എല്ലാം തനിക്കൊറ്റയ്ക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിനേറ്റ അടികൂടിയാണ് ഈ ഫലം. ഹരിയാനയിലെ ഭിവാനിയിൽ ജനിച്ച 56-കാരനായ അരവിന്ദ് കെജ്രിവാളിന് മുന്നിൽ പക്ഷേ ഇനിയും കാലമുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഡൽഹിയെ ദ്രോഹിച്ചവർക്ക് ശിക്ഷ ലഭിച്ചു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാട്ടുന്നതെന്ന് കോൺഗ്രസ് നേതാവ് അൽക്ക ലാംബ. ഫലം ആർക്ക് അനുകൂലമെന്നല്ല, ആർക്കാണ് തിരിച്ചടി കിട്ടിയത് എന്നതാണ് പ്രധാനമെന്നും അൽക്ക ലാംബ പറയുന്നു. दिल्ली के जो दोषी हैं, दिल्ली के जो गुनाहगार हैं, दिल्ली उन्हें माफ नहीं करेगी और ये होते हुए दिख रहा है. मुझे नहीं मालूम किसका फायदा किसका नुकसान, पर जिसने दिल्ली का नुकसान किया उसका नुकसान होने जा रहा है. ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചത് BJP ആണെങ്കിലും ആം ആദ്മിയോടുള്ള ഏറ്റവും ശക്തമായ വൈര്യം കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ തേരോട്ടമാണ് അവിടെ ആം ആദ്മിയുടെ കടന്നുകയറ്റം മൂലം ഇല്ലാതായത്. സ്വാഭാവികമായും ആ രാഷ്ട്രീയ വൈര്യം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നു എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം കൂടി വ്യക്തമാക്കുന്നത്. കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, അൽക്ക ലാംബയുടെ പ്രതികരണത്തിൽ തന്നെയുണ്ട് എല്ലാം. കോൺഗ്രസ് എങ്ങനെ കാണുന്നു എന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചൊരു മധുര പ്രതികാരമായി അവർ ഏറ്റെടുക്കുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? സജിത്തെ, കോൺഗ്രസ് ഡൽഹി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആദ്യം 93 മുതൽ 98 വരെ BJP ആണ് ഭരിച്ചെങ്കിൽ 98-ൽ അധികാരത്തിലേറിയ കോൺഗ്രസ് പിന്നീട് വന്ന 3 തെരഞ്ഞെടുപ്പിലും 15 വർഷം ഷീലാ ദീക്ഷിത് എന്ന ഡൽഹി കണ്ട ഏറ്റവും ജനപ്രിയമായ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിന് അവിടെ ഭരിച്ചത്. കോൺഗ്രസ് ഡൽഹിയിൽ അത്രത്തോളം വലിയ ശക്തിയും അത്രത്തോളം കരുത്തുമെല്ലാം ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അവിടെ നിന്നാണ് ഈ 2013 കാലത്ത് 2012-13 കാലത്ത് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നേറ്റം വരുന്നു. ഡൽഹിയിൽ പെൺകുട്ടിയെ ബസ്സിനുള്ളിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുന്നതിനെതിരെ ഇന്ത്യയിൽ ആകമാന യുവജനങ്ങളുടെ വലിയ പ്രക്ഷോഭം വരുന്നു. അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തി പ്രാപിക്കുന്നു. അങ്ങനെ കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മറ്റൊരു രൂപത്തിൽ വരുന്നു. അരാഷ്ട്രീയമായ കുറേയേറെ സംഘങ്ങളും രാഷ്ട്രീയ താല്പര്യമുള്ളവരും എല്ലാവരും ചേർന്നുള്ള വലിയ സമരങ്ങൾ. ഇതിനെല്ലാം കൂടി ഫലമായിട്ടാണ് 2013-ൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോവുകയാണ്. അന്ന് 8 സീറ്റുകൾ മാത്രം ലഭിച്ച കോൺഗ്രസ് അവസാനം BJP അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താൻ വേണ്ടി ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുക്കേണ്ടി വരുന്നു. അവസാനം ആ പിന്തുണ പിൻവലിക്കേണ്ടി വരുന്നു. പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും 70
സീറ്റുള്ളിടത്ത് ഒരു സീറ്റ് പോലും ജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പിലെയും നിലവിലെ സ്ഥിതിയാണ് വരുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെ 3ാം ഹാട്രിക്കിൽ 0ൽ ഹാട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഡൽഹിയിൽ ഒരുത്തർക്ക് മാത്രമേ ഭരണത്തിൽ ഹാട്രിക് അടിച്ചിട്ടുള്ളൂ, അത് കോൺഗ്രസിനാണ്. അതേ കോൺഗ്രസ് തന്നെ ഇപ്പോൾ 0ൽ ഹാട്രിക്ക് എന്ന് പറയേണ്ടി വരും. സ്വാഭാവികമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലേക്കൊരു ദേഷ്യം അല്ലെങ്കിൽ അവർക്ക് അമർഷമൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. രണ്ടായി നമുക്കതിനെ കാണാം. ഒന്ന്, കോൺഗ്രസിനെ പൂർണ്ണമായും അടിവേരിളക്കി കളഞ്ഞ ആം ആദ്മി പാർട്ടിയുള്ള ദേഷ്യം. ആം ആദ്മി പാർട്ടിയുടെ വഴിക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി. 67 സീറ്റ് നേടി ആം ആദ്മി പാർട്ടി നിയമസഭയിൽ വിജയിക്കുമ്പോഴും തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2014 നടക്കുമ്പോൾ ഒരു സീറ്റിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് വിജയം, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിയമസഭയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഒരു നിയമസഭാ സീറ്റിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് മുന്നിലെത്താൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത തവണയും ഒരു സീറ്റിൽ പോലും മുന്നിലെത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. എങ്കിലും നിയമസഭയിൽ ജയിക്കുമെന്നുള്ള അമിത ആത്മവിശ്വാസമായിരുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിലൊരു സഖ്യത്തിന് അവിടെ ശ്രമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സഖ്യത്തിന് ശ്രമിച്ചില്ല എന്നതിനുള്ള ദേഷ്യം സ്വാഭാവികം തന്നെയാണ്. കോൺഗ്രസിനെതിരെ രൂക്ഷമായ ആക്ഷേപങ്ങളാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് തന്നെയാണ്, കോൺഗ്രസിൻ്റെ വോട്ട് ബേസിനെ തകർത്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി യഥാർത്ഥത്തിൽ ഡൽഹിയിൽ കടന്നു വന്നത്. ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബേസിൽ വലിയൊരു പങ്ക് കോൺഗ്രസ് തന്നെയാണ്. പരാജയത്തിൻ്റെയും ഒരു അവസാന കണക്കുകൾ കിട്ടിയാൽ നമുക്ക് കൃത്യമായും പറയാനാവും. ഒരു കാരണം, ആം ആദ്മി പാർട്ടിയിലേക്ക് പോയ കോൺഗ്രസിൻ്റെ വോട്ട് ബേസിൽ ഒരു ഭാഗം കോൺഗ്രസിലേക്ക് മടങ്ങി വന്നത് തന്നെയാവും ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴുണ്ടാകുന്ന പരാജയത്തിൻ്റെ ഒരു കാരണമായി തീരാൻ നിലവിലെ കണക്കുകൾ വെച്ച് കൂടുതൽ സാധ്യത കാണുന്നത്. ഈ കാരണങ്ങൾ എല്ലാം കൊണ്ട് തന്നെ കോൺഗ്രസിന് ഈ തരത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതം പറയാനുള്ളൂ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഇത് മറ്റൊരു ചോദ്യമാണ് ഉയർത്തുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. അരവിന്ദ് കെജ്രിവാൾ ആയാലും മമതാ ബാനർജി ആയാലും അഖിലേഷ് യാദവ് ആയാലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അവിടെ ആം ആദ്മി പാർട്ടിക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത്, കോൺഗ്രസിനൊപ്പമായിരുന്നില്ല നിന്നത്. സ്വാഭാവികമായും ഈ പാർട്ടികളെല്ലാം തന്നെ കോൺഗ്രസ് വോട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും പരാജയം സംഭവിച്ചത്. BJP വിജയത്തിന് സഹായിച്ചത് കോൺഗ്രസ് ആണ് എന്നുള്ള ഒരു അധിക്ഷേപം കോൺഗ്രസിന് നേരിടേണ്ടി വരും. കോൺഗ്രസിന് സ്വാഭാവികമായി നൽകാൻ കഴിയുന്ന മറുപടി, അല്ലെങ്കിൽ കോൺഗ്രസ് നൽകുന്ന മറുപടി, സഖ്യത്തിനുള്ള ഒരു നീക്കത്തിന് ആം ആദ്മി പാർട്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ സ്വാഭാവികമായും ഇവിടെ BJP വിജയമുണ്ടായി കഴിയുമ്പോൾ അത് എങ്ങനെ പരാജയം സംഭവിച്ചു, അവിടെ പ്രതിപക്ഷ വോട്ടുകൾ എങ്ങനെ ഭിന്നിച്ചു, അതിന് കോൺഗ്രസ് കാരണമായെങ്കിൽ അത്തരം ചോദ്യങ്ങളും എല്ലാം ഉയർത്താനുള്ള, കോൺഗ്രസിനെതിരെ അധിക്ഷേപവും അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ആരോപണങ്ങളും ഒക്കെ ഉയർത്താനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. കിരൺ, ഇത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും തോറ്റു എന്ന് പരിശോധിക്കുമ്പോൾ നിരവധി ഘടകങ്ങൾ ഉണ്ടാവാം. കാരണം ജനങ്ങൾക്ക് ഇത്രയധികം ഉറപ്പ് കൊടുത്തിട്ടും എന്താണ് ജനം വോട്ടിങ്ങിൽ അത് പ്രതിഫലിക്കാതെ പോയത് എന്ന ചോദ്യം ഉണ്ടാവുന്നുണ്ട്. കോൺഗ്രസ് എന്ന ബദൽ ശക്തി, കോൺഗ്രസ് വർദ്ധിപ്പിച്ച വോട്ടിംഗ് ശതമാനം, അത് ആപ്പിൻ്റെ നഷ്ടമായി മാറിയോ? ഒരു കാരണം. മറ്റെന്തൊക്കെ കാരണങ്ങളാണ് ഏതു രീതിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാജയത്തിന് ഇടവച്ചത്? നമുക്ക് മാജിക് വാളിൻ്റെ സഹായത്തോടു കൂടി തന്നെ നോക്കാം. അതിനു മുമ്പ് മറ്റൊരു അതിനൊരു മുന്നോടിയായി പറയേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഈ ജനങ്ങളെ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത്, ആ ജനത്തിനനുസരിച്ച് മുദ്രാവാക്യങ്ങൾ ഉയർത്താനും അത് നടപ്പാക്കി ജനങ്ങളുടെ വിശ്വാസം കാക്കാനും ഒക്കെ കഴിയുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൈമുതൽ, ഏറ്റവും വലിയ ശേഷി എന്ന് പറയുന്നത് മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നൊരു ശേഷി ഈ ഒരു കഴിവായിരുന്നു. ആ ഒരു കഴിവിൽ ഒരു പരിധിവരെ അമിതമായ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അഹങ്കാരമോ ഒക്കെ കെജ്രിവാളിന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. പാർട്ടിയിൽ തന്നെ ഒരു ഏകാധിപതിയായി നിൽക്കുമ്പോൾ അദ്ദേഹം മറ്റ് സമാനമായ സ്വന്തം നിരയിലേക്ക് കൂടുതൽ നേതാക്കളെയൊന്നും വളർത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്നതുകൊണ്ട് ആ കെജ്രിവാളിനെയാണ് കൃത്യമായി കേസുകൾ കൊടുക്കാൻ BJP കഴിഞ്ഞത്. കെജ്രിവാളിനെയും അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന അത്ഭുതം കാണിച്ച കെജ്രിവാളിനെ അഴിമതി കേസിൽ തന്നെ പെടുത്തി ജയിലിലടയ്ക്കാൻ BJP കഴിഞ്ഞുവെങ്കിൽ, കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞുവെങ്കിൽ അവിടെയാണ് ഒന്നാമത്തെ വിജയം. അവിടെ മുതലാണ് കെജ്രിവാളിൻ്റെ സമയം, കെജ്രിവാളിൻ്റെ ബുദ്ധി അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇതെല്ലാം സ്വന്തം കേസിന് വേണ്ടിയും സ്വന്തം പാർട്ടിക്കെതിരെ ഉണ്ടാകുന്ന കേസിനു വേണ്ടിയും ചെലവഴിക്കേണ്ടി വരുന്നു. ഭരണത്തിൽ സ്വാഭാവികമായും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ താൻ ജയിൽ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുമ്പോഴോ ബദൽ സംവിധാനം ഒരുക്കാൻ അങ്ങനെ ഒരു ബദൽ നിര നേതാക്കളെ കെജ്രിവാൾ ഒരുക്കിയിട്ടില്ല. ഇതെല്ലാം ഒറ്റയൊരാളുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ ഒറ്റയൊരാളുടെ തന്ത്രത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കെജ്രിവാളിനുണ്ടായ ഒരു അമിത ആത്മവിശ്വാസം അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് തന്നെയാണ് BJP ഈ കേസുകൾ നിരവധി നിർത്തിയത്. സ്വാഭാവികമായും കേസുകൾക്ക് പുറകെ കെജ്രിവാളിന് പോകേണ്ടി വന്നു. BJPയുടെ ആ തന്ത്രത്തിനെ മറികടക്കാൻ യഥാർത്ഥത്തിൽ കെജ്രിവാളിന് കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. അതായിരിക്കും അടിസ്ഥാനപരമായി കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ തിരിച്ചടി നേരിടാനുള്ള ഒരു കാരണം. ഇനി ഏതെല്ലാം മേഖലയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടായെന്ന് നോക്കാം. ഇത് ടോട്ടൽ ഡൽഹിയിലെ ഇപ്പോഴത്തെ ചിത്രമാണ്.
ഇതാണ് ഡൽഹിയിൽ 47 സ്ഥലങ്ങളിലും നിൽക്കുന്ന എല്ലാ മേഖലയിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ BJPയുടെ ഒരു തേരോട്ടമാണ്. കുറച്ച് സ്ഥലത്ത് മാത്രമാണ് അവിടെയുള്ളത്. ഇത് 2020 ചിത്രമായി നെക്സ്റ്റ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇത് 2020 ചിത്രമാണ്. പൂർണ്ണമായും പച്ച നിറം കൊണ്ട് ഹരിതാഭം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കിടന്നിരുന്ന ഒരു ഡൽഹിയാണ്. ആ ഡൽഹിയിൽ അങ്ങിങ്ങ് മാത്രമായിരുന്നു കാവി കളർ ഉണ്ടായിരുന്നത്. 8 ഇടത്ത് മാത്രം ഉണ്ടായിരുന്ന കാവി കളറാണ്. അത് തന്നെ ഈ ഇവിടെ UPയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലും സെൻട്രൽ ഡൽഹിയിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ആകെ, ഈ സൗത്ത് ഡൽഹിയിൽ ഒരു സീറ്റ്, അങ്ങനെ ആകെ 6-8 സ്ഥലത്താണ് മാത്രം ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ഇപ്പോഴത്തേക്കും 2025 എത്തിയപ്പോഴേക്കും പൂർണ്ണമായും മാറിയിരിക്കുന്നത്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ മേഖല എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ മേഖല ഹരിയാനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. ഹരിയാനയുമായി അതിർത്തി പങ്കിടുന്ന മേഖല ഏറെക്കുറെ പൂർണ്ണമായും തന്നെ BJPയിലേക്ക് വന്നിരിക്കുന്നു. ഈ സൗത്ത് സൈഡ് അതിൻ്റെ തെക്ക് വശം തെക്കൻ ഡൽഹിയും ഏറെക്കുറെ പൂർണ്ണമായും BJPയിലേക്ക് വന്നിരിക്കും. ഇവിടെ ചില സീറ്റുകളൊക്കെ എന്നാൽ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഹരിയാനയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ, അവിടെ കുറച്ച് സ്ഥലത്തൊക്കെ സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സെൻട്രൽ ഡൽഹിയാണ്. സെൻട്രൽ ഡൽഹിയിലടക്കം പകുതി സീറ്റുകൾ മാത്രമാണ് ആം ആദ്മി പാർട്ടി. കഴിഞ്ഞ തവണ സെൻട്രൽ ഡൽഹിയും ചാന്ദിനി ചൗക്ക് മേഖല, അതോടൊപ്പം തന്നെ ഈ മേഖലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പൂർണ്ണമായും തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒരു തേരോട്ടമായിരുന്നു. വളരെ വേഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂഡൽഹിയും ചാന്ദിനി ചൗക്ക് മേഖല മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞ തവണത്തെ അവസ്ഥ ഇതായിരുന്നു. 2020 ചിത്രം ഇതായിരുന്നു. പൂർണ്ണമായും ആം ആദ്മി പാർട്ടി മാത്രമായിരുന്നു. ആ ചിത്രം ഇപ്പോൾ 2025 വന്നപ്പോൾ മാറിയത് ഈ തരത്തിലാണ്. എവിടെ ഏകദേശം പകുതി സീറ്റുകളിലധികം BJPക്ക് ആധിപത്യം ഉണ്ടായിരിക്കുന്നു. പക്ഷേ അപ്പോഴും പകുതി സീറ്റുകൾ പിടിച്ചു നിർത്താൻ ഈ സെൻട്രൽ ഡൽഹിയിലെ മേഖലയിൽ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് 20-ലേറെ സീറ്റ് കിട്ടിയത്. ഇനി നമുക്ക് ഈ പടിഞ്ഞാറൻ മേഖല ഒന്ന് ഓടിച്ചു നോക്കാം. പടിഞ്ഞാറൻ മേഖല ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റും നോർത്ത് വെസ്റ്റും മേഖലകൾ രണ്ടും, ഈ രണ്ട് മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ചിത്രം. ഇത് ഇപ്പോഴത്തെ ചിത്രമാണ്. 2-3 സീറ്റുകളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഈ മേഖലയിൽ ആകെ ജയിക്കാൻ കഴിഞ്ഞത്. ഈ സ്ഥലത്ത് 2020 ചിത്രം കാണണം. 2020 ചിത്രം ഇതാണ്. ഒറ്റ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു BJPക്ക് അധികാരമുണ്ടായിരുന്നത്, BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ആ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ ആകെ 3 മാത്രമായി ചുരുങ്ങി. ഈ മേഖല ഏകദേശം പൂർണ്ണമായും ആം ആദ്മി പാർട്ടിയെ കൈവിട്ടു എന്ന് വേണം കരുതാൻ. ആം ആദ്മി പാർട്ടിക്ക് ആ മേഖലയിൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാനേ കഴിഞ്ഞില്ല. ആകെ പിടിച്ചു നിന്നത് ഈ സെൻട്രൽ ഡൽഹിയും ചാന്ദിനി ചൗക്ക് മേഖലകളും സൗത്തിലെ കുറച്ച് സീറ്റുകളും ഒക്കെ കൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയെ സഹായിച്ച മറ്റു ചില ഘടകങ്ങൾ കൂടി നമുക്ക് വേഗത്തിൽ നോക്കാം. റിസർവേഷൻ സീറ്റുകളിൽ 2020 സീറ്റ് നില ഇങ്ങനെയായിരുന്നു. 12 സീറ്റുകളുള്ളിൽ 12 സീറ്റും ആം ആദ്മി പാർട്ടിയാണ് ജയിച്ചത്. ആം ആദ്മി പാർട്ടിക്ക് സംവരണ സീറ്റുകളിലെല്ലാം വലിയ പിന്തുണയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിനിടയിൽ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിനാണ് എപ്പോഴും കേജ്രിവാളിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം അടിസ്ഥാന ജനവിഭാഗവും മധ്യവർഗവുമായിരുന്നു. മധ്യവർഗത്തിൻ്റെയും അടിസ്ഥാന ജനവിഭാഗത്തിനും എങ്ങനെയാണോ പൊതു രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയ പാർട്ടികളോടും നേതാക്കളോടും ഒക്കെയുള്ള അമർഷം, ആ അമർഷത്തെയാണ് യഥാർത്ഥത്തിൽ കേജ്രിവാൾ മുദ്രാവാക്യമാക്കി മാറ്റിയതും ഭരണത്തിൽ കൊണ്ടുവന്നപ്പോൾ നടപ്പാക്കിയതുമെല്ലാം അതിനെയാണ് കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് കേജ്രിവാളിൻ്റെ ഏറ്റവും വലിയ വിജയമുണ്ടായിരുന്നത്. അത് 2025 എത്തുമ്പോഴേക്കും അവിടുത്തെ ചിത്രം ഇങ്ങനെയായി മാറിയിരിക്കുകയാണ്. പകുതി സീറ്റുകളിലേക്ക് BJP കയറിയിരിക്കുന്നു. അപ്പോഴും 7 സീറ്റ് നേടാൻ ആം ആദ്മി പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, കേജ്രിവാളിന് പിടിച്ചു നിൽക്കാൻ സഹായിച്ച ഒരു ഘടകം സെൻട്രൽ ഡൽഹിയിലും അതോടൊപ്പം തന്നെ ഈ ചാന്ദിനി ചൗക്കിലെയും നഗരമണ്ഡലങ്ങളാണെങ്കിൽ പോലും അവിടുത്തെ പകുതി സീറ്റുകൾ, അതോടൊപ്പം തന്നെ ഈ സംവരണ സീറ്റുകളിലെ പകുതിയിലേറെ സീറ്റുകൾ, 7 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം പൂർണ്ണമായും മുഴുവൻ സീറ്റ് ലഭിച്ചതാണ്. പക്ഷേ ഇത്തവണ പകുതിയിലേറെ സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. അതാണ് പിടിച്ചു നിൽക്കാൻ സഹായിച്ച ഒരു ഘടകം. പൂർണ്ണമായും കേജ്രിവാളിനൊപ്പം നിന്നവരിലെ പകുതി പേർ വിട്ടുപോയെങ്കിലും അവർ പൂർണ്ണമായും കേജ്രിവാളിനെ വിട്ടുകളഞ്ഞില്ല എന്ന് വേണം കരുതാൻ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പരിശോധിച്ചാൽ ലോവർ ഇൻകത്തിന് അല്ലെങ്കിൽ അടിസ്ഥാന ജനവിഭാഗത്തിന് കൂടുതൽ സ്വാധീനമുള്ള മേഖലകൾ. അടിസ്ഥാന ജനവിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലകൾ 2020 ഫലം ഇതാണ്. അടിസ്ഥാന ജനവിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലകളിൽ 2 സീറ്റ് ഒഴികെ ബാക്കി മുഴുവൻ സീറ്റിലും 3 സീറ്റ് ഒഴികെ ബാക്കി മുഴുവൻ സീറ്റിലും ആം ആദ്മി പാർട്ടിക്ക് വലിയ വിജയമുണ്ടായ സീറ്റുകളാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകൾ കൂടിയാണ്. ആ അടിസ്ഥാന ജനവിഭാഗം ഏറെക്കുറെ 80%, 62-63% വോട്ടൊക്കെ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമ്പോൾ ഏകദേശം അടിസ്ഥാന ജനവിഭാഗത്തിന് 80% അധികം ആളുകൾ ആം ആദ്മി പാർട്ടിയിലാണ്, കേജ്രിവാളിലാണ് വിശ്വാസം അർപ്പിച്ചിരുന്നത്. അത് ഇപ്പോൾ എങ്ങനെ മാറി എന്ന് നോക്കാം. ആ വിശ്വാസമാണ് ഇപ്പോൾ ഇടിഞ്ഞത്.
ആ വിശ്വാസം ഇടിഞ്ഞപ്പോഴും ഏകദേശം 19 സീറ്റുകൾ അവിടെ BJP ലഭിച്ചപ്പോൾ 13 സീറ്റുകളാണ്. അവിടെയും അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു. പൂർണ്ണമായും മറ്റു മേഖലകളൊക്കെ ആം ആദ്മി പാർട്ടിയെ തള്ളിക്കളഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഈ പടിഞ്ഞാറൻ UP ഒക്കെ പടിഞ്ഞാറൻ ഡൽഹിയൊക്കെ തള്ളിക്കളഞ്ഞതുപോലെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ആ സ്ഥലങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയായിരുന്നു. ആ തരത്തിലേക്ക് ഒരു തള്ളിക്കളയൽ എന്തായാലും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കുറേ സീറ്റുകളെങ്കിലും 13 സീറ്റുകളെങ്കിലും പിടിച്ചു നിർത്താൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് മിഡിൽ ഇടത്തരക്കാരെയാണ്. ഇടത്തരക്കാരെങ്ങനെയാണ് ചിന്തിച്ചതെന്ന് നോക്കാം. ഇടത്തരക്കാരുടെ കഴിഞ്ഞ 2020 ചിത്രമാണ് ഈ കാണുന്നത്. 2020 ചിത്രം അനുസരിച്ച് ഇടത്തരക്കാരുടെ ഭാഗത്തും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ BJPക്ക് അപ്പോഴും ചില സ്വാധീന മേഖലകളൊക്കെ ഉണ്ടായിരുന്നു. BJPക്ക് ലഭിച്ച 8 സീറ്റുകളിൽ 5 സീറ്റും ഇടത്തരക്കാർക്ക് കൂടി, ഇടത്തരക്കാരുടെ വോട്ടുകൾക്ക് കൂടി നിർണായകമായ സ്വാധീനമുള്ള സ്ഥലങ്ങളായിരുന്നു. എന്നാലും അവിടെയും ഇടത്തരക്കാരുടെ ഭൂരിപക്ഷം പേരുടെയും പിന്തുണ ഉണ്ടായിരുന്നത് ഈ ഇടത്തരക്കാരുടെ വോട്ട് നിർണായകമായ മണ്ഡലങ്ങളുടെ എണ്ണമാണ് ഈ കണക്കെടുക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ഇടത്തരക്കാരുണ്ട്, എല്ലാ മണ്ഡലങ്ങളിലും ദരിദ്രരുണ്ട്. പക്ഷേ അത്തരക്കാരുടെ എണ്ണം കൂടുതലായ മണ്ഡലങ്ങളുടെ കണക്കാണ് നമ്മൾ എടുക്കുന്നത്. അവിടെ 23 ഇടത്തും വിജയിച്ചിരുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ 2025 അവസ്ഥ നോക്കാം. 2025 അവസ്ഥ ഇതാണ്. 2025 എത്തുമ്പോഴേക്കും അവിടെ BJPക്ക് 20 സീറ്റുകളിലേക്ക് എത്തി. ആം ആദ്മി പാർട്ടിക്ക് 8 സീറ്റുകളിലേക്ക് 15 സീറ്റിന് നഷ്ടമാണ് ഈ മേഖലയിൽ മാത്രം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായത്. അതുതന്നെ കുറച്ച് സീറ്റുകൾ, ഈ 15 സീറ്റ് നഷ്ടമുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡൽഹിയുടെയും ഈ ഡൽഹി മേഖലയിലും ചാന്ദിനി ചൗക്ക് മേഖലയിലും കിട്ടിയ സീറ്റുകൾ കൊണ്ടാണ്. അല്ലെങ്കിൽ ആ സ്ഥലത്ത് അരവിന്ദ് കെജ്രിവാളിനോടും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയോടും ഡൽഹിയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥത്തിൽ മറ്റ് കണക്കുകളെ കൂടി അല്പം വ്യത്യാസം വരുന്നൊരു കണക്ക് കൂടിയാണ് അവിടെയുള്ളത്. ഇടത്തരക്കാർക്കൊക്കെ നിർണായകമായ സ്വാധീനമുള്ള സ്ഥലങ്ങളൊക്കെ കൂടിയാണ്. അത് സർക്കാർ ഉദ്യോഗസ്ഥർ ധാരാളമായി താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ അങ്ങനെ പൂർണ്ണമായും അവർ കെജ്രിവാളിനെ കൈവിട്ടില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ ഈ പടിഞ്ഞാറൻ ഡൽഹിയൊക്കെ കണക്കാക്കുമ്പോൾ സ്വാഭാവികമായും ഗുഡ്ഗാവുമായിട്ടൊക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. സ്വകാര്യ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന കൂടുതൽ ആളുകളും അത്തരം ഇൻകം ടാക്സിൻ്റെ പ്രയോജനമൊക്കെ ഉണ്ടാവണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കാൾ കൂടുതൽ യഥാർത്ഥത്തിൽ ഡൽഹിയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ഗുഡ്ഗാവൊക്കെ വലിയ ഇൻഡസ്ട്രിയൽ സിറ്റിയും അവിടെ IT മേഖലയിലൊക്കെ വലിയ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഇന്ത്യയിൽ തന്നെ ഒരു നഗരമാണ്. അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കൂടിയാണ്. അവിടെയൊക്കെ പക്ഷേ BJPക്ക് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കണക്കുകൾ വെച്ച്, നമുക്ക് ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ വെച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കെജ്രിവാളിനെ എല്ലാ മേഖലയിലും BJPയുടെ ആധിപത്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ കെജ്രിവാളിനെ പിടിച്ചു നിർത്താൻ സഹായിച്ച 3 പ്രധാനപ്പെട്ട മേഖലകൾ: 1 സംവരണ സീറ്റുകൾ, 2 സെൻട്രൽ ഡൽഹിയും ചാന്ദിനി ചൗക്കും അടങ്ങുന്ന മേഖല, 3ാമത്തെ ഘടകം അടിസ്ഥാന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ. ഇത്രയും സ്ഥലങ്ങൾ പൂർണ്ണമായും കെജ്രിവാളിനെ കൈവിട്ടില്ല. അതുകൊണ്ടാണ് 20 സീറ്റുകളുടെ അടുത്തെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചത്. കിരൺ, ഒരു കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങളൊന്നും പുതുമയല്ല. പക്ഷേ ഈ ആം ആദ്മി പാർട്ടിയുടെ ബദൽ രാഷ്ട്രീയത്തിന് തിരിച്ചടിയാകുമോ ഈ പരാജയം എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. മറ്റൊന്നുകൂടി, അരവിന്ദ് കെജ്രിവാൾ എന്ന അവരുടെ ഐക്കൺ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. സ്വാഭാവികമായും ഇനി ആം ആദ്മി പാർട്ടിയുടെ ഭാവി എന്ത് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എങ്ങനെ കാണാം ആ സാധ്യതയെ? സജിത്ത്, ഇതിനെ നമുക്ക് 2 തരത്തിലാണെന്ന് കാണാൻ തോന്നുന്നു. ഒന്ന്, കെജ്രിവാളിനെ സംബന്ധിച്ച് കെജ്രിവാളിന് ഏതെങ്കിലും തരത്തിൽ അധികാരം നിലനിർത്തുന്നതിനും അധികാരം പിടിക്കുന്നതിനും ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലമോ അല്ലെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. ഏത് തരത്തിലേക്കും എങ്ങോട്ടും വഴങ്ങാനും എങ്ങോട്ടും തിരിച്ചടിക്കാനും ഒക്കെ ഹിന്ദുത്വ മുദ്രാവാക്യം BJP ഉയർത്തിയാൽ അതിലും കടുത്ത ഹിന്ദുത്വ മുദ്രാവാക്യം ഉയർത്താൻ കഴിയുന്ന ആളാണ് കെജ്രിവാൾ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുമാണ് കെജ്രിവാൾ, അതിനൊരു മടിയില്ല. പക്ഷേ കെജ്രിവാളിനെ സംബന്ധിച്ചുണ്ടെന്ന ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത് കെജ്രിവാളിൻ്റെ വിശ്വാസ്യതയാണ്. സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് ഒരു സാധാരണ ഒരു വിവരാവകാശ പ്രവർത്തകരായിരുന്ന അല്ലെങ്കിൽ മുൻ IRS ഉദ്യോഗസ്ഥരായിരുന്ന ഒരാൾ ഡൽഹിയിൽ സാധാരണ സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. ഞങ്ങൾക്കടക്കം അറിയാം, ഡൽഹിയിൽ നമ്മുടെ ഓഫീസുകളിലടക്കം നിരവധി രേഖകളുമായിട്ടൊക്കെ ഒന്ന് വാർത്ത നൽകണം എന്ന് പറഞ്ഞ് എല്ലാ ഓഫീസുകളിലും കയറിയിറങ്ങുന്ന ഒരു സാധാരണക്കാരനായിരുന്നു. അവിടെ നിന്നാണ് കെജ്രിവാൾ നിമിഷ നേരം കൊണ്ട് വളർന്ന് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അടക്കം എത്തുന്നത്. അങ്ങനെ എത്തിയ ഒരാളിനെ സംബന്ധിച്ച് കെജ്രിവാളിൻ്റെ വിശ്വാസ്യതയായിരുന്നു ഏറ്റവും പ്രധാനം. ആ വിശ്വാസ്യത ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള വികാരങ്ങൾ, ആ വികാരങ്ങളെ മുദ്രാവാക്യമാക്കിയെടുത്തു. ഞങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ആളാണെന്ന വിശ്വാസം. ആ വിശ്വാസത്തിന് പുറത്താണ് 2013 അവർക്ക് 28 സീറ്റ് കിട്ടുന്നതും 2015 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 70-ൽ 67 സീറ്റ് കൊടുത്തും കെജ്രിവാളിനെ അധികാരത്തിലെത്തിച്ചത്. കെജ്രിവാൾ സ്വാഭാവികമായും ആ ഘട്ടത്തിലുണ്ടാകുന്നൊരു വിഷയം, ഇങ്ങനെയൊക്കെ അധികാരത്തിൽ വരുന്നവർ, വലിയ മുദ്രാവാക്യങ്ങൾ നടത്തി അധികാരത്തിൽ വരുന്നവർ, ഈ വൺ ടൈം വണ്ടർ എന്നൊക്കെ പറയുന്നത് പോലെ അവർക്ക് അധികാരത്തിലെത്താൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും, പക്ഷേ പിന്നീട് അത് തുടർത്താൻ കഴിയില്ല. പക്ഷേ കെജ്രിവാൾ അങ്ങനെ ആയിരുന്നില്ല. കെജ്രിവാൾ ഫലപ്രദമായി
തന്നെ എങ്ങനെയാണോ തന്നെ പിന്തുണച്ച ജനവിഭാഗങ്ങൾ ആ ജനവിഭാഗത്തിൻ്റെ വിശ്വാസത്തിനൊപ്പം നിലനിൽക്കാനും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഭരണത്തിൽ നടപ്പാക്കാനും ഉറച്ച സ്റ്റാൻഡ് എടുത്ത ആൾ കൂടിയാണ് കെജ്രിവാൾ. അതിൽ വളരെ നന്നായി അദ്ദേഹത്തിന് വിജയിക്കുവാനും ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് 5 വർഷത്തെ ഭരണശേഷവും മറ്റ് ഒരു തരത്തിലും പിന്തുണയൊന്നുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നത് ആലോചിക്കണം. അങ്ങനെ ഒരു വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല. കെജ്രിവാളിനൊപ്പം നിൽക്കാൻ കഴിയുന്ന അങ്ങനെ വലിയ നേതാക്കളുടെ നിരയൊന്നുമില്ല. ആദ്യം നിന്ന് നേതാക്കളുടെ നിരയൊക്കെ തന്നെ കെജ്രിവാളിൻ്റെ ഏകാധിപത്യ ശീലം കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോയി. ഏറെക്കുറെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം രൂപീകരിച്ച കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളൊന്നും തന്നെ കെജ്രിവാളിനൊപ്പം പിന്നീടുള്ള കാലത്തൊന്നും ഉണ്ടായില്ല. അവരെല്ലാം വിട്ടുപോയി. അപ്പോഴും കെജ്രിവാളിന് അധികാരം നിലനിർത്താൻ കഴിഞ്ഞത് കെജ്രിവാളിനുള്ള വിശ്വാസയ്ക്കൊപ്പം തന്നെ സാധാരണ ജനപ്രിയ നടപടികൾ, സാധാരണ ജനത്തിന് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള നടപടികൾ, അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തെ ലളിതമാക്കുന്ന നടപടികൾ, അവരുടെ ജീവിതത്തെ സഹായിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് 2020 അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി, അസാധാരണമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറാൻ കഴിഞ്ഞത്. കേന്ദ്രത്തിൽ BJP ഭരിക്കുമ്പോഴാണെന്ന് ആലോചിക്കണം. BJP ഒരു പാർട്ടി കേന്ദ്രം ഭരിക്കുന്നു. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP വമ്പിച്ച വിജയമാണ് നേടുന്നത്. BJP ആകെ 70 സീറ്റുള്ളതിനകത്ത് 62-63 സീറ്റുകളിലും BJPക്ക് നേട്ടമുണ്ടാകുന്ന ഒരു സ്ഥലത്താണ്, അവിടെ മുന്നേറ്റമുണ്ടാകുന്ന ഒരു സ്ഥലത്താണ് കെജ്രിവാൾ വീണ്ടും മത്സരിച്ച് ഈ 62 സീറ്റിലൊക്കെ ജയിക്കുന്നത്. ഈ വിശ്വാസ്യത 1, 2 ഈ ജനപ്രിയ നടപടികൾ. ആ വിശ്വാസ്യതയും ജനപ്രിയ നടപടികളെയും ഒരേപോലെ തന്നെ ജനപ്രിയ നടപടികൾക്ക് കെജ്രിവാളിന് തുടരാൻ കഴിയും എന്നൊരു വിശ്വാസം ചിലപ്പോൾ കെജ്രിവാളിനുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിശക്തിയിലുമൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. പക്ഷേ കെജ്രിവാളിനെ വളരെ ഫലപ്രദമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതി വിരുദ്ധ പോരാട്ടമാണ് കെജ്രിവാളിൻ്റെ ബേസ്. അവിടെ നിന്നാണ് കെജ്രിവാളിൻ്റെ വിശ്വാസ്യത ഉടലെടുത്തത്. കെജ്രിവാൾ അഴിമതി ചെയ്യില്ല എന്നൊരു വിശ്വാസം സാധാരണ ജനങ്ങൾക്കുണ്ട്. എന്തെല്ലാം ആരോപണങ്ങൾ വന്നാലും അവിടെ അതിനെ പൊളിക്കുക എന്നുള്ളതാണ് BJP ആദ്യം തന്ത്രപൂർവ്വം ചെയ്തത്. കേന്ദ്ര സർക്കാർ നിരവധി കേസുകളെടുത്തു. കേസിൻ്റെ മെറിറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തായാലും അത്തരം കേസുകൾ വന്നതോടുകൂടി നിരന്തരമായ കേസുകൾ വരുന്നു. ആദ്യം ആം ആദ്മി പാർട്ടിയിലെ മന്ത്രിമാർക്കെതിരെ കേസ് വരുന്നു. ആ മന്ത്രിമാർ ജയിലിൽ പോകുന്നു. പിന്നെ ആം ആദ്മി പാർട്ടിയും കെജ്രിവാളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ കേസുകൾ വരുന്നു. നിരവധി മദ്യ നയ അഴിമതി കേസുകൾ മുതൽ നിരവധി അഴിമതി കേസുകൾ വരുന്നു. കെജ്രിവാൾ സർക്കാരിനെതിരെ പലതരത്തിലുള്ള കേസുകൾ വരുന്നു. സ്വാഭാവികമായും ജനത്തിന്റെ മുന്നിലേക്ക് കെജ്രിവാൾ തന്നെ ജയിലിൽ പോകുന്ന അവസ്ഥ വരുന്നു. അദ്ദേഹം പിന്നീട് ജാമ്യം കിട്ടിയതൊക്കെ സുപ്രീം കോടതിയിൽ പലതവണ പോയ ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത് തന്നെ. സ്വാഭാവികമായും ജനത്തിൻ്റെ മനസ്സിലേക്ക് ഒരു സംശയം, ഈ ഞങ്ങളെ ഇങ്ങനെയൊക്കെ ഇതൊരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉയർത്തിയ കെജ്രിവാൾ അഴിമതിക്കാരനാണോ എന്നുള്ളൊരു സംശയം ജനിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ വിശ്വാസ്യതയിൽ ഇടിവുവരുത്താൻ BJPക്ക് കഴിഞ്ഞു എന്നതാണ് ഒന്നാമത്തെ. അതാണ് കിരൺ. എന്തായാലും സമയപരിമിതിയുണ്ട്. കിരൺ, എന്തായാലും കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും രാഷ്ട്രീയ ഭാവി ഇനി എന്ത് എന്ന ചോദ്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. അത് സംബന്ധിച്ച പരിശോധനകൾ എന്താണ് ആം ആദ്മി നടത്തുക എന്നതും പ്രസക്തമാണ്. ഡൽഹിയിൽ BJP ജയിച്ചത് നേരായ മാർഗത്തിലൂടെയല്ലെന്നാണ് ശിവസേന ഉദ്ധവ് താക്കറെ നേതാവ് സഞ്ജയ് റൌട്ടിൻ്റെ പ്രതികരണം. മഹാരാഷ്ട്രയിൽ 39 ലക്ഷം കള്ളവോട്ടുകൾ ചേർത്ത BJP അതിക്കുറച്ച് ഡൽഹിയിലേക്കും എത്തിച്ചിട്ടുണ്ടാവാം. കഴിഞ്ഞ 5 വർഷം ഭരിക്കാൻ കെജ്രിവാൾ സർക്കാരിനെ BJP സമ്മതിച്ചില്ല. അവരുടെ നേതാക്കളെ ജയിലിലടച്ചും ലഫ്റ്റനന്റ് ഗവർണർ വഴി ഭരണം നടത്തിയുമാണ് BJP ഡൽഹി പിടിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കുമെന്നും സഞ്ജയ് റൌട്ട് പറഞ്ഞു. 39 लाख वोट जो महाराष्ट्र में 5 महीने में बढ़े, ये 39 लाख वोट अब बिहार में शिफ्ट हो जाएंगे. उसमें से कुछ दिल्ली में भी आए हैं. प्रधानमंत्री 10 साल से दिल्ली में थे, लेकिन वो दिल्ली नहीं जीत पाए. केजरीवाल सरकार को कोई काम करने नहीं दिया. जो लेफ्टिनेंट गवर्नर है वो गुजरात से लाए हैं. सभी प्रमुख नेताओं को भी जेल में डाल दिया. उसका भी ये नतीजा है. आप सभी प्रमुख नेताओं के ऊपर आपराधिक मामले दर्ज करेंगे, जेल में डालेंगे और चुनाव जीते. अब बिहार का चुनाव है तो बिहार में भी यही करेंगे. ഭരണമാറ്റം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് പ്രിയങ്ക വാദ്ര. കോൺഗ്രസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമം ആക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് അതാണെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. I think it was very obvious from all our meetings in Delhi and whichever people I was meeting that people wanted change. They were fed up of the way things were and they wanted change. I suppose they voted for change. My congratulations to all those who have won. And for the rest of us, it just means we have to work harder and we have to stay there, be on the ground and be responsive to the people's issues. കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ പുറത്തു വരികയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭിന്നിപ്പ് ഡൽഹിയിൽ തിരിച്ചടിയായെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ BJPയെ ചെറുക്കാമായിരുന്നു. പുനരാലോചനയ്ക്ക് എല്ലാവരും തയ്യാറാകണമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അടിയന്തരമായി ഇന്ത്യ മുന്നണി യോഗം ചേർന്ന് ചർച്ച ചെയ്യണം. ലീഗ് ഇക്കാര്യം യോഗത്തിൽ ഉന്നയിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഇന്ത്യ മുന്നണി ഒന്നിച്ച് നിൽക്കുന്ന
അതിനുള്ളൊരവസരം ഇല്ലാതെ പോയത് നിർഭാഗ്യകരം തന്നെയാണ്. യാതൊരു തരത്തിലും ഇന്ത്യ മുന്നണിയിൽ ഉള്ള ഭിന്നിപ്പുകൊണ്ട്, അതായത് മതേതര പാർട്ടികൾക്ക് ഇടയിലുള്ള ഭിന്നിപ്പ് മാത്രമാണ് BJP അധികാരത്തിലെത്തുന്നത്. സ്വന്തമായി അധികാരത്തിലിരിക്കാനുള്ള വോട്ടൊന്നും ഇന്ത്യ രാജ്യത്ത് BJPക്ക് ഒരു സംസ്ഥാനത്തും ഇല്ല. മതേതര പാർട്ടികളുടെ ഭിന്നിപ്പിലൂടെ മുതലെടുത്താണ് എല്ലായിടത്തും. അപ്പം മഹാരാഷ്ട്ര ഒക്കെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് വ്യക്തമാവും. അത് ഇലക്ഷൻ ജയിക്കാൻ BJPക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള കൃത്രിമം ഒരു തരത്തിലല്ലല്ലോ, പലതരത്തിലുണ്ട്. പലതരത്തിൽ മഹാരാഷ്ട്രയിൽ ഇപ്പം തന്നെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് പറഞ്ഞില്ലേ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഡൽഹിയിൽ തീർച്ചയായും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ഗുണമുണ്ടാവുമായിരുന്നു. ഡൽഹിയിൽ BJPക്ക് അധികാരത്തിൽ വരാൻ കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചുവെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. കോൺഗ്രസിന്റെ നിലപാടാണ് ഇന്ത്യ സഖ്യം ശരിയായി പ്രവർത്തിക്കാതിരുന്നതിന് കാരണമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ആ ഇന്ത്യ സഖ്യം ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ സഹകരണം ഉണ്ടാവുന്നില്ല. ഡൽഹിയിൽ കോൺഗ്രസ് മുൻകൈയെടുത്തിരുന്നു എങ്കിൽ ഇന്ത്യ സഖ്യം ഫലത്തിൽ അവിടെ രൂപപ്പെടുത്താൻ കഴിയുമായിരുന്നു. ആ ഉത്തരവാദിത്തം കോൺഗ്രസ് നിറവേറ്റുന്നില്ല. അതാണ് ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദുർബലല്ലേ ഡൽഹിയിൽ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയേണ്ടത് കോൺഗ്രസിനാണ്. എന്നാൽ കോൺഗ്രസ് സഹായകരമായ നിലപാടല്ല എടുത്തത്. BJPക്ക് അധികാരത്തിൽ വരാൻ സൗകര്യമൊരുക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഡൽഹിയിലെ റിസൾട്ടും കൂടി വെച്ച് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത്. അയോധ്യയിലെ മിൽക്കിപ്പൂരിൽ BJPയുടെ മധുര പ്രതികാരം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ചന്ദ്രഭാനു പാസ്വാന് മിന്നും ജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP പരാജയപ്പെട്ടിരുന്നു. ഉത്തർപ്രദേശിൽ അയോധ്യ ജില്ലയിലെ മിൽക്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP നേടിയത് തകർപ്പൻ ജയം. 39-കാരൻ ചന്ദ്രഭാനു പാസ്വാൻ താമര വിരിയിച്ചത് BJP കണക്ക് കൂട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ. സമാജ്വാദി പാർട്ടി നേതാവും ഫൈസാബാദ് MPയുമായ അവധേഷ് പ്രസാദിന്റെ മകൻ അജിത് പ്രസാദാണ് പരാജയപ്പെട്ടത്. പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP പരാജയപ്പെട്ടിരുന്നു. മൂന്നാമതും അധികാരത്തിലെത്തിയെങ്കിലും ഫൈസാബാദിലെ തോൽവി BJPക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. ഇതോടെയാണ് മിൽക്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ശ്രദ്ധാകേന്ദ്രമായത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീറും വാശിയും നിറഞ്ഞു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് തന്നെ BJP പ്രചരണത്തിന്റെ മേൽനോട്ടം വഹിച്ചു. വലിയ ഭൂരിപക്ഷത്തോടെ മിൽക്കിപ്പൂരിൽ നേടിയ വിജയത്തിൽ BJPക്ക് അഭിമാനിക്കാം. मिल्कीपुर की जनता ने जिस तरह से अपार जन समर्थन दिया है, उसके लिए मैं मिल्कीपुर की जनता के चरणों में कोट कोट प्रणाम करता हूं, वंदन अभिनंदन करता हूं। हम लोग सरकार द्वारा जो जन कल्याणकारी योजनाएं चलाई जा रही हैं, उसको हम लोग जन जन तक पहुंचाने का काम किए. സിറ്റിംഗ് സീറ്റ് നഷ്ടമായത് സമാജ്വാദി പാർട്ടിക്ക് തിരിച്ചടിയായി. ന്യൂസ് 18 ഡൽഹി. തമിഴ്നാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. തമിഴ്നാട്ടിലെ ഈറോഡ് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ DMKക്ക് ജയം. 30,000-ലധികം വോട്ടുകൾ നേടിയാണ് ചന്ദ്രകുമാർ VC വിജയം ഉറപ്പിച്ചത്. MLA ആയിരുന്ന കോൺഗ്രസിലെ EVKS ഇളങ്കോവന്റെ മരണത്തെ തുടർന്നാണ് ഈറോഡ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നാം തമിഴർ കക്ഷിയുടെ MK സീതാലക്ഷ്മിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. മുഖ്യ പ്രതിപക്ഷമായ AIADMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. ഇനി മറ്റു വാർത്തകൾ നോക്കാം. പാലക്കാട് ബ്രൂവറി അനുവദിച്ച തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബ്രൂവറി അനുവദിച്ചത് സർക്കാർ തീരുമാനമാണ്. RJDയോ മറ്റാരും പറയും പോലെയല്ല. ഭൂമി തരം മാറ്റലിൽ അനുമതി നിഷേധിച്ചത് CPIയുടെ നിലപാടായി കരുതുന്നില്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ബ്രൂവറി വിഷയത്തിൽ CPIയുടെ അഭിപ്രായ വ്യത്യാസം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ ഇന്ന് പ്രതികരിച്ചത്. LDFൽ വിവിധ പാർട്ടികൾ ഉൾപ്പെടുന്ന മുന്നണിയാണ്. ഈ വിഷയത്തിൽ
വ്യത്യസ്ത അഭിപ്രായം ഉയർന്നേക്കാം. അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. വി അരുൺ ചേരുന്നു. അരുൺ, എന്തായാലും ബ്രൂവറിയിൽ പിന്നോട്ട് പോകുന്നില്ല എന്ന കാര്യം എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ്. പക്ഷേ CPIയെ എങ്ങനെ അനുനയിപ്പിക്കും? ഇടതുമുന്നണി യോഗത്തിൽ ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും? രണ്ട് വിഷയങ്ങളാണ് CPM-ന് മുന്നിൽ ഇപ്പോൾ വെല്ലുവിളിയായിട്ടുള്ളത്. അത് ഒന്ന് ബ്രൂവറി, മറ്റൊന്ന് കിഫ്ബി റോഡുകളിലെ ടോൾ. ഈ രണ്ട് വിഷയത്തിലും ഘടകകക്ഷികൾ കടുത്ത എതിർപ്പിലാണ്. പ്രധാനമായ എതിർപ്പിന്റെ കാരണം അവരെ അറിയിക്കാതെയുള്ള തീരുമാനമാണത്. RJDയും CPIയുമാണ്. RJD നേരിട്ട് കത്ത് നൽകി CPI മുന്നണി യോഗത്തിൽ അക്കാര്യം വ്യക്തമാക്കുമെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ ബ്രൂവറിയിൽ ആര് പറഞ്ഞാലും തീരുമാനത്തിൽ പിന്നോട്ട് പോകില്ല എന്ന നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത്. ഘടകകക്ഷിയുടെ അഭിപ്രായങ്ങൾ കേൾക്കും. RJD സർക്കാർ തീരുമാനിച്ച കാര്യമാണ്, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. അത്തരം പ്രശ്നങ്ങൾ ഉദിക്കുന്നേയില്ല. അതായത് CPIയുമായും RJDയുമായും ഉള്ള ചർച്ചകൾ നടക്കും, മുന്നണി യോഗത്തിലും പക്ഷേ ചർച്ച ചെയ്തെങ്കിലും സർക്കാർ തീരുമാനിച്ച കാര്യത്തിന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്നത്. കിഫ്ബി ടോളുകളുടെ വിഷയത്തിൽ പക്ഷേ കുറച്ചുകൂടി ഭയപ്പെട്ട സമീപനമാണ്. അത് മുന്നണി ചർച്ച ചെയ്ത വിഷയമാണെന്ന് നേരത്തെ ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയല്ല, മുന്നണി അക്കാര്യം ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. യോഗത്തിൽ ഒരുപക്ഷെ അത്തരം ധാരണകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് വിശദമായ ചർച്ചയല്ല. ധാരണയെ ചർച്ചയായി കാണാൻ കഴിയില്ല. അതായത് കിഫ്ബി ടോളുകളുടെ കാര്യത്തിലും മുന്നണിയിൽ ചർച്ചകൾ ഉണ്ടാകും. അതും വേണ്ടിവരുമെന്ന് പറയുമ്പോഴും അതിൽ കുറച്ചുകൂടി ഭയപ്പെട്ട സമീപനം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ബ്രൂവറി വിഷയത്തിൽ നിന്ന് ആര് എതിർപ്പ് പറഞ്ഞാലും പിന്നോട്ടില്ല എന്ന് അസന്ദിഗ്ധമായി പറയുകയായിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ. അതാണ് സ്വീകരിക്കുന്ന നിലപാട്. രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് ബ്രൂവറിയും ഒപ്പം തന്നെ കിഫ്ബി റോഡുകളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള തീരുമാനവും. രണ്ട് വിഷയവും ഇടതുമുന്നണിയിൽ വലിയ ചർച്ചകൾക്ക് ഇടവയ്ക്കുകയാണ്. ഇടതുമുന്നണിയിൽ വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടെന്നും ഇതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് ടി.പി. രാമകൃഷ്ണൻ, ഇടതുമുന്നണി കൺവീനർ, പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങളെല്ലാം ചർച്ച നടത്തിയാണ് ഒരു പൊതു നിലപാടിലേക്ക് എത്തുക. മുന്നണിയിലെ പാർട്ടികൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച നടത്തി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. ജലചൂഷണം ഉണ്ടാവില്ല എന്നുള്ളത് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് മുക്കം പീഡനക്കേസിൽ പ്രതി ദേവദാസിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത് അതിക്രൂര മാനസിക പീഡനമെന്ന് അതിജീവിത. നിരന്തരം ഫോൺ ചെയ്തും മെസ്സേജ് അയച്ചും ശല്യം ചെയ്തിരുന്നു. പലതവണ ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ പോയി. ബാൽക്കണിയിൽ ഇരുന്ന് ഗെയിം കളിക്കുന്നതിനിടെയാണ് ദേവദാസും രണ്ടുപേരും ചേർന്ന് റൂമിലെത്തിയത്. ഇവരുടെ കൈവശം മാസ്കും ടേപ്പും ഉണ്ടായിരുന്നു. കേസുമായി മുന്നോട്ട് പോകുമെന്നും യുവതി പറയുന്നു. ചികിത്സയിലായിരുന്ന യുവതി ഇന്ന് ആശുപത്രിയിൽ. 7:30 ആകുമ്പോൾ ജോലി കഴിഞ്ഞ് വന്നതാ. വന്നു കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് ഫ്രണ്ടിന്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്ക് അതിനില്ല. അത് ഒരു അയൺ റോഡാ, തട്ടിയിടേണ്ട ലോക്ക. ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാന്നൊക്കെ വിചാരിച്ച് കിടന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിലിരുന്ന് കുറച്ചു നേരം ഗെയിം കളിക്കാറ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂമിന്റെ ലോക്ക് ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോൾ ഒരു 3 നിഴലിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളെ വന്ന ദേവദാസ് എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇട്ടായിരുന്നു കളിക്കുന്നത്. അത് അയാളത് കൈ തട്ടിയപ്പോൾ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസൊക്കെ കയ്യിൽ വന്നു. ഫേസ് ഒന്ന് അയാളുടെ ഫോണ് പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു. രണ്ടു നേരം വന്ന് എന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക്. അയാൾ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ ഞാൻ വീട്ടിലേക്ക് പോകും, എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, നീ എന്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഒരു വട്ടം ആള് വീട്ടിൽ വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അതെ, ഞാൻ അനുഭവിക്കുന്ന വേദനയുള്ള അയാൾ അറിയണം. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ് തന്നെ നേരത്തെ ഈ കേസിൽ ആ പെൺകുട്ടി അനുഭവിച്ച ദുരന്തം വിശദീകരിച്ചതാണ്. ഇപ്പോൾ ആ കുട്ടി നേരിട്ട് പറയുന്നു താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. എത്ര കണ്ട് ക്രൂരമാണ് ഈ ഹോട്ടൽ ഉടമ അവരോട് ഇടപെട്ടത് എന്നത് വ്യക്തമാവുകയാണ്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? പെൺകുട്ടി വീട്ടിലേക്ക് പോയിരിക്കുകയാണ്.
തീർച്ചയായും സഹിത്ത് ആ കുട്ടിയുടെ വാക്കുകൾ തന്നെയുണ്ട്. ചില സംശയങ്ങൾ പല കോണുകളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നിരുന്നു. അടച്ചിട്ട കഥ എങ്ങനെ തുറന്നു, അല്ലെങ്കിൽ എങ്ങനെ ക്യാമറ റെക്കോർഡിംഗ് ആയി, ഇത് മനഃപൂർവ്വമുള്ള ചില കാര്യങ്ങളാണ് എന്നതൊക്കെ അതിനൊക്കെ കൃത്യമായ വിശദീകരണം ആ കുട്ടി നൽകുന്നുണ്ട്. കാരണം വളരെ ദുർബലമായ ഒരു കഥകിന്റെ കുറ്റിയാണ് ഉണ്ടായിരുന്നത്. അത് ഇവർ തട്ടിയപ്പോൾ തന്നെ തുറന്നു. പിന്നീട് അകത്തേക്ക് വന്ന് തന്നെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നു. താൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ഉണ്ടാവുന്നു. കൈതട്ടി വീഡിയോ റെക്കോർഡിംഗ് ഓൺ ആവുന്നു. അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇയാൾ അപവാദ പ്രചാരണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങൾ കൂടി ഇല്ലെങ്കിൽ എല്ലാവരും അവിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയേനെ. പക്ഷേ ആ സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആയിരുന്നതാണ്, അല്ലെങ്കിൽ ആ റെക്കോർഡിംഗ് ഓൺ ആയിരുന്നതാണ് ആ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ബലം ഉണ്ടായത്. ആദ്യം പോലീസിൽ പരാതി നൽകിയപ്പോൾ പോലും പോലീസും കാര്യമായ ഒരു ഗൗരവം ഇക്കാര്യത്തിൽ കാണിച്ചിരുന്നില്ല. എന്നാൽ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന് സമൂഹ മനസാക്ഷി ഒരുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസ് അടക്കം നടപടിയെടുക്കാൻ നിർബന്ധിതരായത്. ഒപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു ഈ വാട്സാപ്പ് ചാറ്റുകളും മറ്റുമൊക്കെ ഈ ദേവദാസൻ ഈ പെൺകുട്ടിക്ക് അയച്ചിരുന്നത്. നിരന്തരമായി ഇത്തരത്തിൽ ലൈംഗിക ചുവയുള്ള വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. അതിനൊക്കെ മറുപടി പറയുകയും പലവട്ടം ജോലി അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അവിടെയൊക്കെ എത്തി കാല് പിടിച്ചാണ് ഈ കുട്ടിയെ വീണ്ടും ഇവിടേക്ക് തിരിച്ചെത്തുകയും ഒരു അച്ഛൻ എന്ന രീതിയിൽ മാത്രമേ തന്റെ ഇടപെടലുകൾ ഇനി ഉണ്ടാവൂ എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇതെല്ലാം ലംഘിച്ചാണ് വീണ്ടും ഭീഷണികളും ഒപ്പം ഈ പ്രലോഭനങ്ങളും ഒക്കെയായി ഇയാൾ രംഗത്തെത്തിയത്. നിലവിൽ ഈ ആശുപത്രിയിലെ ചികിത്സ അവസാനിപ്പിച്ചാണ് ആ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. നട്ടെല്ലിനും വാരിയലുകൾക്കുമൊക്കെ ഇപ്പോഴും പരിക്കുണ്ട്. എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. സ്ട്രെച്ചസിലാണ് പുറത്തേക്ക് ഇറക്കുകയും ആംബുലൻസിൽ ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. വീട്ടിലാണെങ്കിൽ പോലും ഏറെ മാസങ്ങൾ നീളുന്ന ഒരു ചികിത്സ നടത്തിയാൽ മാത്രമേ തിരിച്ചൊരു സാധാരണ ജീവിതത്തിലേക്ക് ആ പെൺകുട്ടിക്ക് മടങ്ങി വരാൻ കഴിയുകയുള്ളൂ. ആ കേസ് മറുവശത്ത് പുരോഗമിക്കുന്നുണ്ട്. 3 പ്രതികൾ ഇതിനകം റിമാൻഡിലാണ്. അവരെ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായൊക്കെ ഒരുപാട് തവണ ഈ കുട്ടിയുടെ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായൊക്കെ ബന്ധപ്പെടുക ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലൊരു വിട്ടുവീഴ്ചകൾക്കും വഴങ്ങില്ല. താൻ അനുഭവിച്ച വേദന അയാളെ കൂടെ അനുഭവിക്കണം എന്നൊരു ദൃഢനിശ്ചയത്തിലാണ് ആ യുവതി ഇപ്പോൾ ഉള്ളത്. സജിത്ത്, അനീഷ്, ഈ കുട്ടിയിൽ നിന്നുള്ള മൊഴിയെടുപ്പൊക്കെ പൂർത്തിയായതാണോ? മറ്റെന്തെങ്കിലും തെളിവ് ശേഖരണം ഇനി അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കാനുണ്ടോ? ഈ യുവതിയുടെ മൊഴി 3 തവണ നേരത്തെ പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് നേരിട്ട് ആശുപത്രിയിലെത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. 3 മൊഴിയിലും കൃത്യമായി തന്നെ നടന്ന കാര്യങ്ങൾ ഈ കുട്ടി പോലീസിനോട് വിവരിച്ച് പറഞ്ഞിരുന്നു. അതിനുശേഷം മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിലും ഇയാളിൽ നിന്ന് തനിക്ക് ഏൽക്കേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ മൊഴി ആ പെൺകുട്ടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ മൊഴിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പ്രതിയുമായി ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. 2 പ്രതികൾ ഈ പ്രതിയെ പിടിച്ച ശേഷമാണ് കോടതിയിൽ കീഴടങ്ങിയത്. അതിനുശേഷം റിമാൻഡിലേക്ക് മാറ്റുകയായിരുന്നു. കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുകയും ചെയ്തു. തിങ്കളാഴ്ച കസ്റ്റഡി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. എന്തായാലും പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യും. ആദ്യം പ്രതിയുടെ അല്ലെങ്കിൽ ദേവദാസിന്റെ മൊഴിയും മറ്റ് 2 പ്രതികളുടെ മൊഴികളും തമ്മിൽ പരസ്പരവിരുദ്ധമായ പ്രസ്താവനകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കും. അതിനുശേഷം ഒരുപക്ഷെ ഈ തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ, മൊഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ, ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞാൽ ഒറ്റയിടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ തേടിയേക്കും. അതൊക്കെ ഇനി വരും ദിവസങ്ങളിലേക്കാവും ഉള്ളത്. എന്തായാലും പ്രാഥമികമായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ചികിത്സയുടെ ഒരു ഘട്ടം കഴിഞ്ഞ് ആ കുട്ടി നാട്ടിലേക്ക് മടങ്ങിയത്, കണ്ണൂരിലേക്ക് മടങ്ങിയത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും താൻ നേരിട്ട ക്രൂരത ആ മുഖത്തെ പെൺകുട്ടി തുറന്നു പറയുകയായിരുന്നു. പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പിൽ പണം പോയത് പഞ്ചായത്ത് അംഗത്തിനും. തട്ടിപ്പിന് ഇരയായതിന് പിന്നാലെ പോത്തൻകോട് പഞ്ചായത്ത് അംഗം അനിത കുമാരി പോലീസിൽ പരാതി നൽകി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇതുവരെ 41 പരാതികളാണ് ലഭ്യമായത്. അനന്തു കൃഷ്ണന്റെ കോർഡിനേറ്റർമാർ പഞ്ചായത്തിൽ നേരിട്ടെത്തി ക്ലാസുകൾ നടത്തിയാണ് തട്ടിപ്പിന് കളമൊരുക്കിയത്. ദർശന ചാരിറ്റബിൾ സൊസൈറ്റി പ്രതിനിധികൾ എന്ന പേരിലാണ് അനന്തു കൃഷ്ണന്റെ കോർഡിനേറ്റർമാർ പോത്തൻകോട് പഞ്ചായത്തിൽ സ്വയം പരിചയപ്പെടുത്തിയെത്തുന്നത്. വെള്ളായണിക്കടുത്താണ് ഓഫീസെന്ന് പറഞ്ഞവർ പഞ്ചായത്തിൽ പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണ പരിപാടിയും സംഘടിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ ചിലർക്ക് സ്കൂട്ടറുകൾ നൽകി. വിശ്വാസം ആർജിച്ചതോടെ വൻ തുകകൾ നിക്ഷേപമായെത്തി. ആദ്യഘട്ടം തന്നെ അടച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ലാപ്ടോപ്പും ഈ തയ്യൽ മെഷീനൊക്കെ നമ്മുടെ ഇവിടെ ഒരു BEd കോളേജ് ഉണ്ട്, അവിടെ വെച്ച് ഫംഗ്ഷൻ നടത്തി അവിടെ വെച്ച് വിതരണം നടത്തുകയും ചെയ്തു. ഈ കോഴിക്കോടൊക്കെ അത് കണ്ടുകൊണ്ട് 2ാം ഘട്ടമാണ് ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് പേര് പൈസ അടച്ചു കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഇവരൊരു 56,000 രൂപയുടെ ഒരു റെസിപ്റ്റാണ് തന്നത്. അതിലാണ് എഴുതിയിരുന്നത് ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ്, ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റി കരമന, എന്നിട്ട് ഈ ഫോൺ നമ്പറും വെച്ച് തന്നത്. പലരിൽ നിന്ന് സ്വരൂപിച്ച് 13 ലക്ഷം രൂപ നൽകി വെട്ടിലായ വ്യക്തിയുമുണ്ട്. കേസ് വൈകാതെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും.
3 കോടിയിൽ കൂടുതൽ രൂപയുടെ തട്ടിപ്പ് നടന്ന കേസുകൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുക. ഇതുവരെ ലഭിച്ച പരാതികൾ അനുസരിച്ച് 700 കോടി രൂപയ്ക്ക് മുകളിലാണ് തട്ടിപ്പ്. അനന്തു കൃഷ്ണനെതിരെയുള്ള പരാതികൾ 8,000-ന് മുകളിൽ പോകുമെന്നാണ് ഇപ്പോഴത്തെ നിലയിൽ കണക്കുകൂട്ടൽ. 5,000-ലധികം പേർ ഇതിനകം പരാതി നൽകിക്കഴിഞ്ഞു. 1000 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായി മാറുകയാണ് കേസ്. കബളിപ്പിക്കപ്പെട്ടതിൽ ഏറെയും സ്ത്രീകളാണ്. ഇതിൽ തന്നെ ബഹുഭൂരിപക്ഷം പേരും സാമ്പത്തികമായി ശരാശരി കുടുംബങ്ങളിലും താഴെയുള്ളവരും. ന്യൂസ് 18 തിരുവനന്തപുരം. വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം. രാജമലയ്ക്ക് സമീപം 8-ാം മൈലിൽ കാട്ടുകൊമ്പൻ വാഹനം ആക്രമിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവമുണ്ടായത്. സിനിമാ ചിത്രീകരണത്തിനെത്തിയ ടെമ്പോ ട്രാവലറിന് നേരെയാണ് ഇന്നലെ രാത്രി പടയപ്പ പാഞ്ഞെടുത്തത്. മൂന്നാർ മറയൂർ റോഡിൽ രാജമലയ്ക്ക് സമീപം 8-ാം മൈലിൽ വെച്ചാണ് കാട്ടുകൊമ്പൻ വാഹനം ആക്രമിച്ചത്. വാഹനത്തിലുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ പടയപ്പ പിൻവാങ്ങി. ആന കണ്ടപ്പോൾ അവിടെ നിർത്തി വണ്ടി. ബാക്കിലൊരു കാറുണ്ടായിരുന്നു. റിവേഴ്സ് എടുക്കാൻ പറഞ്ഞപ്പോൾ പോയില്ല. അപ്പോൾ അത് ഇങ്ങനെ നടന്ന് വന്നു പതുക്കെ വണ്ടിയുടെ മുമ്പിലേക്ക്. അപ്പോൾ കൊമ്പ് എടുത്തിട്ട് നേരെ ടോപ്പിൽ അതിന് മുട്ടിയപ്പോൾ നേരെ എൻ്റെ തലയിൽ കൊണ്ടു. അത് ജാമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ചാടി ബാക്കിലേക്ക് പോയി. കാറ് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കാർ എടുത്തിട്ട് റിവേഴ്സ് എടുത്തിട്ട് പോയത്. ആ ഫാമിലി ഭാര്യയും ഭർത്താവായിരുന്നു. അവർ ഓടിക്കാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ ഞാനാണ് ആ കാർ എടുത്തിട്ട് ബാക്കിലേക്ക് എടുത്തിട്ട് പോയി വണ്ടി അങ്ങോട്ട് ബാക്കിലേക്ക് ഇട്ടത് ഒരുപാട്. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പിന്നെ ആന താഴത്തേക്ക് ഇറങ്ങിയ ശേഷമാണ് ഞാൻ പിന്നെ വണ്ടിയുടെ അടുത്തേക്ക് വന്ന് റിവേഴ്സ് എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തത് റോട്ടിലേക്ക്. ആക്രമണത്തിൽ വാഹനത്തിന് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടയപ്പയെ വനത്തിലേക്ക് തുരത്തി. പടയപ്പ മദപ്പാടിലെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ വനം വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. ആനയെ നിരീക്ഷിക്കുന്നുണ്ടെന്നും വനം വകുപ്പ് അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മദപ്പാടിന്റെ കാലയളവിൽ പടയപ്പ വലിയ തോതിലാണ് പരാക്രമം നടത്തിയിരുന്നത്. ന്യൂസ് 18 മൂന്നാർ. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി സ്പോട്ട് ലൈവുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. മഹാരാഷ്ട്ര